Welcome to Engineering Graphics discussion session number 5, December 2019 question paper. നമ്മൾ question number 5ലേക്കാണ് പോകുന്നത്. നമുക്കറിയാം cone of base diameter 50 mm and axis 60 mm long is resting on its base on HP. It is cut by a plane bisecting the axis inclined at 45 degree to HP. Draw its sectional top view and true shape of the section. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കോണാണ്. കോണിന്റെ ബേസ് ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് 50 ആണ്. സോ നമുക്ക് φ = 50 കൊടുക്കാം. φ = 50. Height of the axis is 60 mm. So h is equal to 60 millimeter. Resting on its base on HP, it is cut by a plane bisecting the axis. Very important. Bisecting the axis എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത്. സോ 60 mm ആണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 30 mm കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത്. കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നത് 30 mm. യെസ്. And at an inclination of 45 degree with HP. So the cutting plane inclined 45 degree with HP ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. Draw the sectional top view and true shape of the section. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഡയമീറ്റർ തന്നിട്ടുണ്ട്, കോണിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ബൈസെക്ടിങ് ദ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ 30 mm പാസ് ചെയ്യുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ് വിത്ത് ആൻ ഇൻക്ലിനേഷൻ 45 degree with HP. സോ നമുക്ക് കോൺ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ടോപ്പ് വ്യൂല് സർക്കിൾ, ഫ്രണ്ട് വ്യൂല് ട്രയാങ്കിൾ ആണ് വരിക. അപ്പൊ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ടോപ്പ് വ്യൂല് നമുക്ക് 60 mm ഡയമീറ്റർ ഉള്ള 30 mm ഡയമീറ്റർ ഉള്ള കോൺ വരയ്ക്കുക. കോൺ ഡയമീറ്റർ മറന്നുപോയി. യെസ്, 50 mm 50 mm ഡയമീറ്റർ ഉള്ള കോൺ നമ്മൾ വരച്ചു. സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫ്രണ്ട് വ്യൂവിൽ നമുക്കറിയാം 50 mm വരയ്ക്കുമ്പോൾ ഇതിനെ ഒരു 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഫോർ ദ ഈസിനെസ് നമ്മൾ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് 1 2 3 4 5 6 7 and 8. ഈ സെന്റർ പോർഷൻ നമുക്ക് O എന്ന് കൊടുക്കാം. സോ ഇതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുക. യെസ്, ട്രയാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ പ്രൊജക്ഷൻസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. സോ ഇതിന്റെ ആക്സിസ് കംപ്ലീറ്റ് ചെയ്തു. ആക്സിസിന്റെ ഹൈറ്റ് വന്നിട്ട് നമുക്ക് 60 mm ആണ് വന്നേക്കണത്. ഇതിന്റെ ഡയമീറ്റർ വന്നേക്കുന്നത് 50 mm ആണ്. ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ പ്രൊജക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 ജനറേറ്റിംഗ് ലൈൻസും കൂടിയും വരും. അത് കണക്ട് ചെയ്ത് വയ്ക്കുക. സോ 1 2 3 4 5 6 again comes here and 7 here, 8 here. So this is the apex and mark it as O dash. നമ്മൾ കട്ടിംഗ് പ്ലെയിൻ പറയുന്നു. കട്ടിംഗ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ബൈസെക്ടിങ് ദ ആക്സിസ് ഇൻക്ലൈൻഡ് 45 degree to HP എന്ന് പറയുന്നത്. അപ്പോൾ ബൈസെക്ടിങ് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന 30 mm പാസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് പ്ലെയിൻ നമുക്ക് വരയ്ക്കാം. 45 degree ഇൻക്ലിനേഷൻ ആണ് പറഞ്ഞേക്കണേ. കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുന്നു. ഇതിന്റെ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുക അറിയാം, VT എന്ന് കൊടുക്കണം. VT എന്നാണ് നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കുക. ഇതിന്റെ ഇൻക്ലിനേഷൻ 45 degree. ഇൻക്ലിനേഷൻ 45 degree ആണ്. ഓർത്ത് വയ്ക്കാം. അത് നമുക്ക് മിഡ് പോയിന്റ് വേണം മാർക്ക് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഇവിടെ കട്ടിംഗ് പ്ലെയിൻ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ABCDEFGH. ഞാൻ ആ കറസ്പോണ്ടിങ് ലൈനുമാണ് നെയിമിങ് കൊടുത്തേക്കണേ. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കിനി ഇതിന്റെ സെക്ഷണൽ ടോപ്പ് വ്യൂയിലേക്ക് പോവാൻ. നമ്മൾ A എന്ന് പറയുന്ന പോയിന്റ്, ഈ ഡയമെൻഷൻ നമ്മൾ ഇവിടെ സെന്ററിൽ നിന്ന് എടുക്കുക. ദാറ്റ് ഈസ് R1 നമ്മൾ എടുത്തു. സെന്ററിൽ നിന്ന് R1 ഡിസ്റ്റൻസിൽ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് A മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് B ആണ്. നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഈ സെന്റർ ആക്സിസിൽ നിന്ന് ഈ ഔട്ടർ മോസ്റ്റ് ട്രൂ ലെങ്ത് ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നു. ആ ലെങ്ത് നമ്മൾ 0 to 2 എന്ന് പറയുന്ന ഈ ഡയമെൻഷനിൽ കട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് R2. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം R2. ദിസ് ഈസ് R2. സിമിലർലി സിയിലും അതുപോലെ തന്നെ നമുക്ക് R3 കിട്ടും. ദിസ് ഈസ് R3 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ദിസ് ഈസ് R3. ആൻഡ് ഡിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ അത് ഇതുപോലെ തന്നെ മിഡ് പോയിന്റ് ചെയ്യുന്ന ഡി കൂടെ പാസ് ചെയ്ത് ട്രൂ ലെങ്ത് ലൈൻ, ഔട്ടർ മോസ്റ്റ് ലൈൻ വരെ, ട്രൂ ലെങ്ത് ലൈൻ വരെയുള്ള ഈ ലെങ്ത് എടുക്കുക. ദാറ്റ് ഈസ് R4. നമുക്ക് ഇവിടെ R4 കണക്ട് ചെയ്യാം. ദിസ് ഈസ് R4. ആൻഡ് ഫൈനലി വി ഹാവ് ലാസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് 5. അത് നമുക്ക് R5 ആയിട്ട് എടുക്കാം. ദിസ് ഈസ് R5. നമുക്ക് ഇവിടെ ആ പോയിന്റ് മാർക്ക് ചെയ്തിടാം. ദാറ്റ് ഈസ് R5. സോ R4 തന്നെയാണ് R6 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ R3 നമുക്ക് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമുക്ക് R2
R2 നമുക്ക് ഇവിടെ വരും. കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് പോയിന്റുകൾ വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെഷണൽ ടോപ്പ് വ്യൂ കിട്ടും. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമെങ്കിൽ വളരെ ഈസിയാണത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. സോ R1, R2, R3, R4, R5, then R6. നമുക്ക് R6, R7, R8 എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും അത് R4, R3, R2 തന്നെയാണ് താഴെയുള്ള ഈ 3 ലൈൻമ വരുന്ന ഡിസ്റ്റൻസുകൾ കേട്ടോ. അത് നമുക്ക് ഈ തൊട്ട് മേലെയുള്ള ഈ 3 ലൈനിന്റെ അതേ ഡയമെൻഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ R6, R7, R8 ആയിട്ട് എടുക്കണേ. കൺഫ്യൂഷൻ വേണ്ട. അതിനുശേഷം നമുക്ക് ഇത് ഹാച്ച് ചെയ്ത് വെക്കാം. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹാച്ച് ചെയ്ത് വെക്കാം. ദിസ് ഈസ് ദ കംപ്ലീറ്റ് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് നമുക്ക് പറയാം. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇമേജിനെയാണ്. ദെൻ നമുക്ക് ഇതിന്റെ ട്രൂ ഷേപ്പിലേക്ക് പോകാം. ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ പർട്ടിക്കുലർ ലൈനിൽ നിന്ന് 90 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പാരലൽ ലൈൻസുകൾ നമ്മൾ പ്രൊജക്ട് ചെയ്യണം. അത് തെറ്റുകൂടാതെ 90 ഡിഗ്രി തന്നെ പ്രൊജക്ട് ചെയ്യുക. ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു ചെരിവുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ തെറ്റുകൂടാതെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 5 ലൈൻസ് വരുന്നത്, കാരണം 1, 2, 3, 4, 5 5 ലൈൻസ് ഉണ്ടെങ്കിലും 8 കട്ടിംഗ് പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിനിന്റെ പാരലൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. ഞാൻ ഇങ്കൊന്ന് മാറ്റാം, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഞാനൊരു ഇപ്പോൾ ഫസ്റ്റ് കട്ടിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ 1 വന്നിട്ടുണ്ട് അല്ലേ. 1 ഇവിടെ നിന്ന് 1 വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ എ എന്നാണ് വിളിച്ചിട്ടുള്ളത്. എ അത് ഈ ഡിസ്റ്റൻസ് ആണ്. അടുത്തത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡയമെൻഷൻ, അത് നമുക്ക് ഈ ഹൈറ്റ് എടുക്കാം. ആ ഹൈറ്റ് എടുത്തിട്ട് ഇവിടെയാണ് വരുന്നത്. ദാറ്റ് ഈസ് B2, ബിയും എച്ചും ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ BHന്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് B ആൻഡ് H. സിമിലർലി നമുക്ക് ഇവിടെ വരുന്നത് സിയും ജിയും ആണ്. ഇവിടെ നമുക്ക് സി വരുന്നുണ്ട്, ഇവിടെ നമുക്ക് ജി വരുന്നുണ്ട്. സോ ദിസ് ഈസ് സി ആൻഡ് ജി. ഈ ഹൈറ്റ് എടുക്കുക, നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക. ദിസ് ഈസ് സി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ജി. ഹിയർ ഇറ്റ് ഈസ് സി ആൻഡ് ജി. സോ നമ്മൾ ആ ലൈൻ ജോയിൻ ചെയ്ത് വെക്കുന്നു. സിമിലർലി അടുത്ത പോയിന്റ് നമുക്ക് ഡി ആൻഡ് ഇ ആണ് വരുന്നത്. സോ ഡി ആൻഡ് ഇ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ദിസ് ഈസ് ഡി, ദിസ് ഈസ് ഇ, ആൻഡ് ഫൈനലി വി ഹാവ് ഇ ആണ് വരുന്നത്. സോ ഇവിടെ എഫ് ആണ് വരുന്നത് കേട്ടോ, സോറി. ഇവിടെയാണ് ഇ വരുന്നത്. സോ ഇവിടെ ഇ വരുന്നുണ്ട്. ആ പോയിന്റ് നമുക്ക് ഇവിടെ തന്നെ വരും, ഇ വരും. ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എലിപ്സ് ആണ് വരിക. നല്ല വളരെ വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ച് ആക്യുറസി കുറവുണ്ട്. അത് എൻ്റെ ഈ ടാബിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. സോ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഇത് ഹാച്ച് ചെയ്യുക. ദിസ് ഈസ് ദ റിക്വയർഡ് ട്രൂ ഷേപ്പ്. മനസ്സിലായി എന്ന് കരുതുന്നു. ദിസ് ഈസ് ദ സെക്ഷണൽ ടോപ്പ് വ്യൂ. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഹൈറ്റ് ഇതിന്റെ 30 mm ഈ ബൈസെക്ടിങ് ലൈൻ, 60 mm ഹൈറ്റ്, 50 mm ഡയമീറ്റർ, ദെൻ ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ലൈൻസ് ഒന്നും ഒക്കെ മായ്ച്ചു കളയാം. നിങ്ങൾക്ക് ഈ ഇൻക്ലിനേഷൻ മാർക്ക് ചെയ്യണം. ഈ VT കട്ടിംഗ് പ്ലെയിൻ നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. കട്ടിംഗ് പ്ലെയിൻ മാർക്ക് ചെയ്യുമ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കാണിക്കാൻ മറക്കരുത്. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് അടയാളപ്പെടുത്തുക, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ എന്ന് അടയാളപ്പെടുത്തുക, ട്രൂ ഷേപ്പ് എന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ട്രൂ ഷേപ്പിന് ഏകദേശം 5 മാർക്കോളം അവാർഡ് ചെയ്യും. ഏകദേശം ഒരു 2 മാർക്കാണ് സെക്ഷണൽ ഫ്രണ്ട് വ്യൂവിന് കാണിക്കുക. ടോപ്പ് വ്യൂവിന് 3 മാർക്കും അവാർഡ് ചെയ്യും. ടോട്ടൽ 10 മാർക്സ് ആണ്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ വിത്ത് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ നിങ്ങൾക്ക് 10 മാർക്സിന് അവാർഡ് ചെയ്യും. ഫുൾ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്നു, പക്ഷെ നീറ്റ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 മാർക്ക് ഒക്കെയാണ് മാക്സിമം തരിക. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഡയമെൻഷൻ ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് തന്നെ ടീച്ചേഴ്സ് അവാർഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവർ നിങ്ങൾ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക. താങ്ക് യു.